തിരുവിഴ ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ ക്ലാസ് മുറികളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. തിരുവിഴ ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ക്ലാസ് മുറികൾ വൃത്തികേടാക്കിയതിലും പഠനോപകരണങ്ങൾ നശിപ്പിച്ചതിലും പ്രതിഷേധിച്ച് PTA ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. P. ചിത്തരഞ്ജൻ MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് MLA പറഞ്ഞു. PTA പ്രസിഡന്റ് P. അജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സീമ ദിലീപ്, SMC ചെയർമാൻ സുജിത് മോൻ, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, MPTA പ്രസിഡന്റ് അനുപമ കൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ബെൻസിലാൽ, ഷാലി, ജാഗ്രതാ സമിതി അംഗം ജയകുമാർ, സ്കൂൾ പ്രഥമാധ്യാപകൻ ജോൺ ബോസ്കോ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രക്ഷകർത്തൃ സമൂഹം അധ്യാപകർ ചേർന്നോട്ട് നല്ല നിലയിലേക്ക് സ്കൂൾ വളർത്തിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാപ്പ രംഗത്തെ അതിക്രമിച്ച് കടന്ന് ഈ നിലയിലേക്കുള്ള തോന്നിവാസങ്ങൾ കാട്ടിയിട്ടുള്ളവരെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനം അത്യന്തം പ്രതിഷേധാത്മകമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം കൂടെ അവസാനിക്കാല്ല. നമ്മളുടെ പ്രകടിപ്പിക്കുന്ന ഈ നാടിന്റെ വികാരമാണ്. ഈ നാടിന്റെ വികാരം എന്നുള്ള നിലയിലാണ് നാട്ടുകാർ തെരഞ്ഞെടുത്ത, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ അടിയന്തരമായ അന്വേഷണം ഊർജിതപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഇത് ലാഭത്തോട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നമ്മളെ വലിച്ചിഴക്കരുത്, അതിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുവാൻ കൂടി ഞാൻ അവസരമൊരുക്കുകയാണ്. ഈ നടപടിയിൽ ഈ സ്കൂളിലുള്ള, ഈ നാടിനുള്ള, ഇവിടുത്തെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ, കുറ്റവാളികളെ കണ്ടെത്തുവാൻ ഇപ്പോഴും തയ്യാറാകാത്ത പോലീസിന്റെ സമീപനത്തിൽ തിരുത്തലുണ്ടാകണം. ഇനി ഒന്നുകൂടി ശക്തമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഭാവിയിൽ ഈ കാമ്പൗണ്ടിലേക്ക് അങ്ങനെ ഒരു കടന്നുകയറ്റം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത്.